സമ്പുഷ്ട യുറേനിയം മൂന്നാം കക്ഷിയുടെ കൈവശത്തിലേക്ക് കൈമാറണമെന്ന് അമേരിക്ക ആവർത്തിച്ചു. തങ്ങളത് കൈമാറില്ലെന്നും അതിന് സൗകര്യമില്ലെന്നും ഇറാൻ മറുപടി പറയുകയും ചെയ്തു. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാഗ്വാദങ്ങൾ തുടരുന്നതിനിടെ ആയത്തുള്ള അലി ഖംനായുടെ ഉപദേശകൻ അലി രാജിയാനി ഇന്ന് ഒമാൻ സന്ദർശിക്കാൻ വേണ്ടി തീരുമാനിച്ചു. രാജ്യത്തിൻ്റെ നയങ്ങൾക്കോ നിലപാടുകൾക്കോ മാറ്റങ്ങളൊന്നുമില്ലെന്നും ആ നിലപാടിൽ ഉറച്ചിരിക്കുന്ന സമാധാനമായിരിക്കുന്ന ചർച്ചയാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും ഭീഷണി സ്വരത്തിലോ ഭയപ്പെടുത്തുന്ന രീതിയിലോ അമേരിക്കയുടെ ഭാഗത്ത് നിലപാട് വന്നാൽ സമാനമായ രീതിയിൽ തന്നെ തിരിച്ചടി ഉണ്ടാകും എന്ന് അലി രാജിയാനി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുകയും ചെയ്തു. സമാധാന രണ്ടാം ഘട്ട ചർച്ചയുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്ത ദിവസം ഒമാനിൽ തന്നെ സമ്മേളിക്കാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുന്നു. എന്നാൽ ഇതോടൊപ്പം അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ മാറി വരുന്ന അല്ലെങ്കിൽ മറിഞ്ഞു വരുന്ന രാഷ്ട്രീയ അവസ്ഥാ സാഹചര്യങ്ങളെ കുറിച്ചെല്ലാം തങ്ങൾ സസൂക്ഷ്മം പഠിക്കുകയാണ് എന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറയുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ വളരെ പെട്ടെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി അമേരിക്കയിലേക്ക് ഒരു യാത്ര ചെയ്യുന്നു. ആ യാത്രയോടനുബന്ധിച്ച് എന്തൊക്കെയാണ് ഉണ്ടാവാൻ പോവുക, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ അവരുടെ ഉദ്ദേശ കാര്യങ്ങൾ എന്ന് ഞങ്ങൾ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അതിൻ്റെ സൈനികപരമായിരിക്കുന്ന ബലക്ഷ്യം പ്രതീക്ഷിക്കുകയും സ്വപ്നം കാണുകയും ചെയ്യുന്ന രാജ്യമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലും അമേരിക്കയും. അതിൻ്റെ ഒരു തുടർ ചലനങ്ങളല്ലാതെ മറ്റ് സമാധാനമായിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചോ പ്രശ്ന പരിഹാരത്തെക്കുറിച്ചോ പാലസ്തീൻ വിഷയത്തിൻ്റെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഗസയിലെ ആളുകൾക്ക് ഭക്ഷണം നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചോ ഒരിക്കലും ചർച്ചയുണ്ടാവില്ലെന്ന് തങ്ങളെപ്പോലെ ലോകത്തിനും അറിയാവുന്നതാണ്. അങ്ങനെ കീഴ്പ്പെടുത്തി ഭരിക്കുക, ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നുള്ള നിലപാടൊന്നും ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഏത് തരത്തിൽ ശ്രമിച്ചാലും നടക്കാത്തൊരു കാര്യമാണ് എന്ന് അവർ ഒന്നുകൂടി മനസ്സിലാക്കുക നല്ലതാണ്. ആ വിഷയമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ തന്നെ ആവർത്തിച്ചുകൊണ്ട് ഇറാൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വരുന്നത്. അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ആക്രമണത്തിന് അമേരിക്ക തുനിയില്ല എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. ഇറാഖിന് സംഭവിച്ച അവസ്ഥ ഒരിക്കലും ഇറാന് സംഭവിക്കില്ല. വളരെ കൃത്യതയോടുകൂടി തന്നെയാണ് ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. വിമാന സർവീസുമായി ബന്ധപ്പെട്ടത് ചില എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ നിർത്തിവെച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വന്നു. സർവീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ചില എയർപോർട്ടിൻ്റെ പേര് മാത്രം പരാമർശിച്ചുകൊണ്ടാണ് വന്നത്. എന്നാൽ തെഹ്റാൻ്റെ എയർപോർട്ടിൻ്റെ പേര് അതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. അപ്പോൾ അവിടെ സർവീസ് കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള ശ്രദ്ധ കൊടുക്കണമെന്നും 24 മണിക്കൂർ നിരീക്ഷിക്കുന്ന രീതിയിലുള്ള സംവിധാനം ഒരുക്കണമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു സൈനികർക്ക് നിർദ്ദേശം നൽകി. കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ പൊട്ടിയാൽ ഇവിടെയാണ് തിരിച്ചടി കിട്ടുക എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. സമ്പുഷ്ട യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ അഭിപ്രായ ഭിന്നം നിലനിൽക്കുന്നത്. ഈ യുറേനിയം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിന് 3 വർഷത്തോളം അവധി നൽകും. അതിനുശേഷം അവർ നിർമ്മിക്കാം 1.5% എന്ന രീതിയിലൊക്കെ ആയിരുന്നു മധ്യസ്ഥർ പറഞ്ഞത്. എത്ര ശതമാനം നിർമ്മിക്കണം എന്നുള്ളതും ഏത് തരത്തിലാണ് എന്നുള്ളത് തീരുമാനിക്കേണ്ടത് തങ്ങളാണ്. അതിലിടപെടേണ്ട ആവശ്യമൊന്നും മറ്റു രാജ്യത്തിനില്ല എന്നവർ മറുപടി നൽകുകയും ചെയ്തു. അപ്പോൾ നിർമ്മിക്കപ്പെട്ട യുറേനിയം എന്ന് പറയാൻ 60 മുതൽ 90% വരെ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ലൗഷോർ ഭാഗത്തേക്ക് മാറ്റുക, അതല്ലെങ്കിൽ മൂന്നാം കക്ഷിയുടെ കൈവശത്തിലേക്ക് നൽകുക. ഇതാണ് അമേരിക്ക ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം. അത് അസാധ്യമാണ് എന്നുള്ളത് തങ്ങളുടെ നിർമ്മിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ മാത്രം വലിപ്പമുള്ള രാജ്യമാണ് തങ്ങളുടേത്. അതിന് മറ്റൊരാളുടെ സഹായം ഈ ആവശ്യത്തിന് വേണ്ട എന്ന് ഇറാൻ അതിന് മറുപടി നൽകുകയും ചെയ്തു. അറേബ്യൻ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സമാധാന ശ്രമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോഴും ഇന്നും തുടരുന്നുണ്ട്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപിനോട് നേരിട്ട് തന്നെ സൗദി അറേബ്യ സംസാരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. അതിനവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: മേഖലയിൽ ഒരു യുദ്ധ സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന കാര്യമാണ്. യുദ്ധസമാന സാഹചര്യങ്ങൾ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ഭാവിയിൽ അത് അറേബ്യൻ രാജ്യങ്ങളെ സാരമായിട്ട് ബാധിക്കും. ആ ഒരു വിഷയത്തിൽ ആ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് തീരുന്ന സ്ഥിതിയിലേക്കല്ല കാര്യങ്ങൾ പോവുക. നിയന്ത്രണം വിട്ടുപോകുന്ന സ്ഥലത്തിലേക്ക് കാര്യങ്ങൾ എത്തും. കാര്യം എന്ന് പറഞ്ഞാൽ സർവ്വ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും അക്രമം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തുന്നത്. ആ കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് UAEയുടെ നേതൃത്വത്തിലും സൗദിയുടെ നേതൃത്വത്തിലും ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അവരതിനോട് കൂടെ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: അറേബ്യൻ രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് വീണ്ടും അമേരിക്കയുടെ പ്രസിഡന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനമായി പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഖത്തറിൻ്റെയും UAEയുടേതുമാണ്. അതാണ് മേഖലയിൽ ഏറ്റവും വലിയ സൈനിക എയർബേസും എയർപോർട്ടും അമേരിക്കയ്ക്കുള്ളത്. ബഹ്റൈനും കുവൈത്തും അതിൽ നിന്ന് വിഭിന്നമല്ല. അതുകൊണ്ട് അതും ആ സുരക്ഷയുടെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ് എന്നും അവർ പറയുന്നു.
എളുപ്പത്തിൽ കീഴടക്കി കൊണ്ട് ഇറാനിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകുക എന്നുള്ളതൊക്കെ അസാധ്യമാണ് എന്നുള്ളത് അമേരിക്കയുടെ ഇൻ്റലിജൻസ് അമേരിക്കയ്ക്ക് തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലല്ല കാര്യങ്ങൾ പോകുന്നത്. ഇറാൻ്റെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും അത്ര എളുപ്പത്തിൽ അളന്നു തൂക്കാൻ വേണ്ടി പറ്റാത്തതാണ്. അതിനപ്പുറം അവർ പറയുന്ന ഒരു കാര്യം, ഏതെങ്കിലും തരത്തിൽ അപ്രതീക്ഷിതമായി ഇറാൻ്റെ ഭരണ സംവിധാനം അട്ടിമറിഞ്ഞാലും അവിടെ ഒരു സുരക്ഷിതമായിരിക്കുന്ന ഒരു സർക്കാരിനോ അമേരിക്കക്കോ ഭരിക്കാൻ വേണ്ടി സാധിക്കില്ല. അമേരിക്കയ്ക്ക് ഏതായാലും ഭരിക്കാൻ സാധിക്കില്ല. സുരക്ഷിതമായിരിക്കുന്ന ഒരു സർക്കാർ അവിടെ രണ്ടാമത് നിർമ്മിക്കപ്പെടുക എന്ന് പറയുന്നത് അസാധ്യമായിരിക്കുന്ന കാര്യമാണ്. കാര്യം 5 ലക്ഷത്തോളം അവിടെ പേഴ്സണൽ സൈനിക ട്രൂപ്പ് അവിടെ പ്രവർത്തിക്കുന്നു. ഇതാരാണ് ഏതാണെന്നുള്ളത് ആർക്കും അറിയില്ല. അവർക്ക് പ്രത്യേകമായിരിക്കുന്ന യൂണിഫോം ഇല്ല. വലിയ രീതിയിലെ സൈനിക ബലവും ശക്തിയും കിട്ടിയവരാണ് അവരെല്ലാ കാര്യത്തിലും പ്രാക്ടിക്കൽ ലഭിച്ച വിഭാഗമാണ്. അപ്പോൾ അവർ എന്ത് ചെയ്യും, ഈ വിഷയത്തിലൊക്കെ ആഭ്യന്തരമായിരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഈ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ അട്ടിമറിഞ്ഞ പോലെ, താലിബാൻ ഈ സർക്കാരിനെ അട്ടിമറിച്ച പോലെ രണ്ടാം ഘട്ടത്തിൽ അവർ തിരിച്ചു വരില്ല എന്ന് ഉറപ്പ് പറയാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ അവരെ തടയാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിക്കില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ അതിന് കൃത്യമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ അവസ്ഥയും സാഹചര്യങ്ങളും ആന്തരികമായുള്ള ഇറാൻ്റെ സ്ഥിതികളും അവരുടെ ശക്തിയും മനസ്സിലാക്കുന്ന കാര്യത്തിൽ അമേരിക്ക പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയാതിരുന്നിട്ടോ അതേക്കുറിച്ച് സംസാരിക്കാതിരുന്നിട്ടോ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാര്യം എന്ന് പറയുന്നത്, ലോകം മനസ്സിലാക്കിയിരിക്കുന്നു ഇറാൻ്റെ ശക്തിയും ബലവും. 12 ദിവസത്തെ യുദ്ധത്തോടനുബന്ധിച്ച് എത്രത്തോളം ശക്തമായ രീതിയിൽ തിരിച്ചടിക്കാൻ സാധിക്കുമോ അത്രത്തോളം ശക്തമായ രീതിയിൽ തിരിച്ചടിക്കുകയും ഇസ്രായേലിൻ്റെ ചരിത്രത്തിലുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ ആഘാതം അവർക്ക് ഉണ്ടാക്കാനും സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ആവർത്തനം ഈ മേഖല കേന്ദ്രീകരിച്ച് ഉണ്ടാകും. അപ്പോൾ സൈനിക മേഖല കേന്ദ്രീകരിച്ചു, അതായത് അമേരിക്കയുടെ കപ്പൽ നങ്കൂരമിട്ടിരിക്കുന്ന അറബിക്കടലിൻ്റെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അബ്രഹാം ലിങ്കൺ കപ്പലിനെ ആക്രമിക്കുക എന്നുള്ളത് തങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യമാണ്. അതേപോലെ തന്നെ ഇസ്രായേലിനെ ആക്രമിക്കുക എന്നുള്ളതും അങ്ങനെ തന്നെ. പിന്നീട് വരുന്നതാണ് സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് അറേബ്യൻ രാജ്യത്ത് ആക്രമിക്കുക എന്നുള്ളത്. സർവ്വ മേഖലയും നാശം വിതക്കുന്ന രീതിയിലുള്ള അക്രമ പരമ്പരകളുണ്ടാവും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ബങ്കർ ബസ്റ്റർ ബോംബുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അത് എത്രത്തോളം കനമുണ്ട്, ശക്തിയുണ്ട് എന്നതിനെക്കുറിച്ചുള്ള വിവരം നൽകിയിട്ടില്ല. അത് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പശഷ്കിയാൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. തങ്ങളുടെ കൈവശത്തിൽ ബങ്കർ ബസ്റ്റർ ബോംബുകളുണ്ട്. അമേരിക്കയുടെ കൈവശത്തിലുള്ളത് ഏകദേശം 1300 കിലോ മുതൽ 1600 വരെ അത്രയും കിലോ ഭാരമുള്ള ഈ ഏറ്റവും നൂതനമായിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ള കനം പേറാൻ പറ്റുന്നതാണ് ഈ പറയപ്പെട്ട ബങ്കർ ബസ്റ്റർ ബോംബ് എന്ന് പറയുന്നത്. അതാണ് ഇവരുടെ കൈവശത്തിൽ, അമേരിക്കയുടെ കൈവശത്തിലുണ്ട്. തത്തുല്യമായത് ഞങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. B-2 ബോംബർ ഫ്ലൈറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിനെ ആക്രമിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ആയുധം കൊണ്ട് ബങ്കർ ബസ്റ്റർ ബോംബ് മറ്റു രാജ്യത്ത് പ്രയോഗിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് B-2 ഫൈറ്റർ ജെറ്റ് എന്ന് പറയുന്നത്. ആ ജെറ്റ് റഷ്യ അമേരിക്കക്ക് ഇറാന് നൽകിയിട്ടുണ്ട് എന്നൊരു അഭിപ്രായം ഇതിനോടനുബന്ധിച്ച് പുറത്തു വന്നതാണ്. റഷ്യ അത് അംഗീകരിച്ചിട്ടില്ല, ഇറാൻ അത് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ B-2 ബോംബർ യഥാർത്ഥത്തിൽ ഇറാൻ്റെ കൈവശത്തിൽ ഉണ്ട് എന്ന് സംശയിക്കുന്നു. എവിടെയാണ് അത് ലാൻഡ് ചെയ്യപ്പെട്ടത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് ഒരു വിവരം ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ഭൂമി മുഴുവൻ തുരങ്കങ്ങൾ ഉണ്ടാക്കി അതിൽ നിറയെ ആയുധങ്ങൾ നിറച്ചുകൊണ്ട് ഇറാൻ എന്ന് പറയുന്ന രാജ്യം അമേരിക്കയുടെ ആക്രമണത്തിന് കാത്തിരിക്കുകയാണ്. തിരിച്ചടികൾ, അന്ന് 12 ദിവസത്തെ യുദ്ധത്തെ പരാമർശിച്ചുകൊണ്ട് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ചില പോരായ്മകളൊക്കെ സൈനികർക്കിടയിലും സംഘാടന രൂപത്തിലും തങ്ങൾക്കുണ്ടായിരുന്നു. ആ യുദ്ധം കൊണ്ട് അതെല്ലാം പരിഹരിക്കാൻ വേണ്ടി സാധിച്ചു. എന്തൊക്കെ പോരായ്മകളുണ്ടോ അത് കൃത്യമായ രീതിയിൽ പഠിക്കാനും മനസ്സിലാക്കാനും സാധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ള രണ്ടാം ഘട്ട യുദ്ധമാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. അത് ഇസ്രായേൽ ആക്രമിച്ചു കഴിഞ്ഞാലോ അമേരിക്ക ആക്രമിച്ചു കഴിഞ്ഞാലോ അതിൻ്റെ പരിണത ഫലം തത്തുല്യമായ രീതിയിൽ ഡിവൈഡ് ചെയ്തുകൊണ്ട് നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല. യൂറോപ്യൻ രാജ്യങ്ങൾ ചിലത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരണം നൽകിയത് ഇറാൻ്റെ സമ്പുഷ്ടീകരണ യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ്. മാത്രമല്ല ഫ്രാൻസ് അടക്കം ജർമ്മനി ആണ് ആദ്യമായിട്ട് തന്നെ ഇറാൻ്റെ ഭീകര സൈനിക വിഭാഗമാണ് എന്ന് അമേരിക്ക പറഞ്ഞതിൻ്റെ തൊട്ട് പിറകെ പറഞ്ഞത്. അവർക്കും ഒരു വാർണിംഗ് നൽകിയിരിക്കുന്നു. ഭീകരവാദം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കാൻ പറ്റുന്നതാണ്, അത് ഒരാൾക്ക് മാത്രമേ പറയാൻ പറ്റൂ എന്ന് വിവക്ഷിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. തങ്ങളുടെ നേരെ ഏതൊരു രാജ്യത്തിൽ നിന്ന് അക്രമം വന്നാലും ശത്രുവായിട്ട് കണ്ടുകൊണ്ട് തിരിച്ചടിക്കുമെന്ന ഇറാൻ്റെ പോളിസിയിൽ നിന്ന് തങ്ങൾ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അത് തങ്ങൾ നിരീക്ഷിക്കുകയാണ്, സസൂക്ഷ്മം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏത് തരത്തിൽ തങ്ങളുടെ വിഭാഗത്തിന് നേരെ തങ്ങൾക്ക് നേരെ ആക്രമം വന്നാലും ഭയാനകരമായിരിക്കുന്ന തിരിച്ചടി കൊണ്ടായിരിക്കും അതിന് പ്രതികാരം ചെയ്യുക എന്നുള്ളത് ഇറാൻ ഇപ്പോഴും ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ്.